ഹായ് അപ്പേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊരു സർപ്രൈസ് ഉണ്ട് ഞാനും മമ്മിയും ചെയ്തേ. നമുക്കെന്നാ അതൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഉറപ്പായിട്ട് അതിഷ്ടം. ഓക്കെ, അപ്പൊ എൻജോയ്. എന്റെ അപ്പുക്കുട്ടന് ഉമ്മ. Lino, many happy returns of the day. Happy birthday. Wishing you a fantastic year ahead filled with success and happiness. Hey Lino, happy birthday. Here's wishing you the best in everything and keep being the wonderful person that you are. And your wife has put in a lot of efforts to get this video done. Many thanks to her. Bye-bye. Hi Lino, wishing you many happy returns of the day. May God bless you with all the happiness. Enjoy your day, party hard. Hi Lino. Lino Inda Janmadin Ashamshadal. Wishing you many more happy returns of the day. I wish all your dreams comes true in this year. Enjoy your fabulous day with your family and friends. Be strong and stay positive. Bye. Happy birthday to you. Enjoy birthday. Hi Lino, many happy returns of the day. Enjoy your day with your family and friends. Take care. Many happy returns of the day, Lino. Hope all your dreams come true this year. ഈ വരുന്ന ജൂൺ 6-ാം തീയതി 18ാം പിറന്നാൾ ആഘോഷിക്കുന്ന കൊട്ടുപള്ളി നിവാസികളുടെ രോമാഞ്ചവും അതിലേറെ എൻ്റെ ഗുരുനാഥന്മാരിൽ പ്രമുഖനുമായ മിസ്റ്റർ ലിനോപ്പി ചേട്ടന് വെഞ്ഞാറമൂട് നിവാസികളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അറിയിച്ചു കൊള്ളുന്നു. ഹാപ്പി ബർത്ത്ഡേ ലിനോപ്പി തോമസ്. എൻ്റെ പ്രിയപ്പെട്ട ലിനോപ്പിക്ക് എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയില്ല. ആ നമ്പർ നമുക്ക് വലിയ പ്രാധാന്യവും നമുക്കില്ല. വിഷിംഗ് യു വെരി ഹാപ്പി ബർത്ത്ഡേ ലിനോപ്പി തോമസ്. പിന്നെ എനിക്ക് ലിനോപ്പി തോമസിനോട് ചോദിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ, എങ്ങനെയാണ് ഈ സൗന്ദര്യം ഈ കാത്തു സൂക്ഷിക്കുന്നത്? മമ്മൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു കാഴ്ചപ്പാട് കാണുന്നത് ലിനോപ്പി തോമസിലാണ്. അതിനൊരു ഉത്തരം ഞങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പറ്റിയിരുന്നെങ്കിൽ വളരെയേറെ ഉപകാരമായിരിക്കും. അത് ഞങ്ങൾക്ക് അതൊരു അനുഭവമായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ലിനോ. അപ്പം എന്തായാലും നിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക വിത്ത് ഫാമിലി. സോ ഓൾ ദി ബെസ്റ്റ്. തകർക്കളയാ. Happy birthday Linopi. Happy birthday bro. Cheers. അള്ളിയ സുഖമല്ലേ? അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അളിയ ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തല്ലോ അല്ലേ? നമ്മൾ തമ്മിലിപ്പം പരിചയമായിട്ട് ഏറെക്കുറെ 14 വർഷമായി അല്ലേ? അപ്പോൾ അതിൽ അളിയന് ഏറ്റവും മെമ്മറബിളായിട്ട് തോന്നുന്നുള്ളൊരു ഇവൻറ്റ് എന്താണെന്ന് ഷെഫിയുടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഷെഫി അത് എന്നിട്ട് എന്നോടൊന്ന് പറയണം കേട്ടോ. ലിനോ എന്താ പറഞ്ഞതെന്ന്. കുറേ ഇവൻറ്റ്സ് ഉണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതിലെന്താ അളിയൻ പറഞ്ഞതെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ലിനോപ്പി, വൺസ് മോർ ഹാപ്പി ബർത്ത്ഡേ. എൻജോയ് യുവർ ഡേ. ഹായ് ലിനോ, ഹാപ്പി ബർത്ത്ഡേ. Happy birthday. പ്രിയപ്പെട്ട കളി ലെവൽ, സന്തോഷപൂർണ്ണമായ ഒരു ജന്മദിനം ഞാൻ ആശംസിക്കുന്നു. ഷെഫി മോൾ എന്നോട് പറഞ്ഞു അളിയെ വിഷ് ചെയ്യണമെന്ന്. പക്ഷെ ഇങ്ങനെ വിഷ് ചെയ്യുന്നതിന് ഒരു രസമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പിടിച്ചിട്ട് വിഷ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കാം. 1 സെക്കൻഡ്. ഹലോ ഗായ്സ്, ഇന്ന് അളി ലെവലിന്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് അളി ലെവലിനെ വിഷ് ചെയ്യാം. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അളി ലെവൽ 1 വയസ്സ് കൂടിയിരിക്കുകയാണ്. ഒട്ടും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം മീഞ്ചിന് കാലപ്പഴക്കം കൂടുന്തോറും അതിന്റെ വീര്യം കൂടും. അതുപോലെ അളി ലെവലിന്റെ വീര്യം കൂടി തന്നെ ഇരിക്കും. ഷെഫി മോളിനോട് പറഞ്ഞു അളിയോട് ഒരു ചോദ്യം ചോദിക്കാം. പക്ഷേ എന്റെ കയ്യിലുണ്ട് ഗായ്സ് 2 ക്വസ്റ്റ്യൻ ഗായ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ലോകത്തിലെ എ റഹ്മാന്റെ ഏറ്റവും ബെസ്റ്റ് ഫാൻ എന്ന് പറയുന്നത് അളിയാണ്. പക്ഷെ അളി എ റഹ്മാൻ ഏറ്റവും കൂടുതൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഹിന്ദിയിലാണ്. അളിക്ക് ഹിന്ദി പഠിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ? അളി എ റഹ്മാന്റെ ഒരുപാട് സോങ് സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഹിന്ദി പഠിക്കുന്നതിലൂടെ ആ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കി പാടാൻ അളിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഗായ്സ്, എന്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അളിയുടെ അടുത്ത ഷോർട്ട് ഫിലിം എപ്പോഴാണ്? അളിയുടെ എല്ലാ ഷോർട്ട് ഫിലിമും ഞാൻ കണ്ടിട്ടുണ്ട്. അളിയുടെ ഷോർട്ട് ഫിലിംസിന്റെ ഒരു വലിയ ആരാധകനാണ് ഗായ്സ് ഞാൻ. സോ അളിയുടെ നെക്സ്റ്റ് ഷോർട്ട് ഫിലിം എപ്പോഴാണ്? ഐ ആം കട്ട വെയിറ്റിംഗ് ഗായ്സ് ഫോർ അളി ലെവൽസ് നെക്സ്റ്റ് ഷോർട്ട് ഫിലിം. സോറി അളി, കുറച്ച് ഓവറായി പോയി. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എൻജോയ്. ഇന്ന് 45 വയസ്സ് ആഘോഷിക്കുന്ന ലിനോപ്പിക്ക് എന്റെ ജന്മദിനാശംസകൾ. 45 വയസ്സായെന്ന് വെച്ച് ഞങ്ങൾ യങ്സ്റ്റേഴ്സ് കൂടെ കൂട്ടാണ്ടൊന്നും ഇരിക്കില്ല കേട്ടോ. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അപ്പൊ ഒന്നുകൂടി ഹാപ്പി ബർത്ത്ഡേ ലിനോപ്പി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു കുഞ്ഞുങ്ങൾ. May the Lord God bless you. May the Lord God bless you.
Happy birthday, happy birthday, happy birthday to you, Lino P. Have a great day, have a nice day. Enjoy your day. ജെലിസക്ക് പനിയായിട്ടിരിക്കണം, അതാണ് അവളുടെ മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ? ഓക്കെ, എൻജോയ് യുവർ ഡേ. ബൈ. ലിനോ, ജന്മദിനത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുന്നു. ഈ ജന്മദിനത്തിൽ ഒരു ചോദ്യം മാത്രം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചോദ്യത്തിലുള്ളൂ, ഓർമ്മ വെച്ച നാൾ മുതൽ അല്ലെങ്കിൽ ജന്മദിനം ആഘോഷിച്ച നാൾ മുതൽ ഈ ദിവസം ജന്മദിനം ആഘോഷിക്കുമ്പോൾ ലിനോയുടെ വിവാഹശേഷം ഷെഫി ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷമുള്ള ജന്മദിനത്തിൽ വന്ന മാറ്റവും അല്ലെങ്കിൽ അതിന് മുൻപ് വിവാഹത്തിന് മുൻപുള്ള ജന്മദിനാഘോഷവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ആ വ്യത്യാസങ്ങൾ? അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ലിനോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ലിനോ. ഹാപ്പി ബർത്ത്ഡേ ലിനോ ചേട്ടാ. ഹായ് ലിനോ, ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ കണ്ട സ്ഥിരം പറയണ എന്തൊക്കെയാ, സ്കൂള്, മധു സാറിൻ്റെ ട്യൂഷൻ ക്ലാസ്, ചേച്ചിയുടെ വീട്ടിലെ ട്യൂഷൻ ക്ലാസ്, അവിടുന്ന് സൈക്കിളും ഓട്ടവും ഒക്കെ ആയിട്ട് കോമ്പറ്റീഷൻ, കാരക്ക, ഇതൊക്കെ തന്നെയല്ലേ. നമ്മുടെ മധു സാറിനെ കാണാനുള്ള പ്ലാൻ ഇതുവരെ നടന്നില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം നിന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഷെഫി. മറ്റേ കനികാമേനോട് ഇപ്പൊ മെസ്സേജ് അയക്കാറുണ്ടോ? പാപ്പ, വീഡിയോ ഇഷ്ടായോ? ഇനിയൊരു തമാശയും കൂടി കണ്ടാലോ? രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി. സകലകല അഭ്യാസം, സിറയിലല്ല ആനന്ദം, നടക്ക പോരാൻ ഭൂകമ്പം, കാർണിവല് മെഗാ ഷോ, തീത്തുപ്പും ഫയർ ഷോ, ഇടിവെടിപ്പുക റോഡ് ഷോ, ഹൗസ്ഫുള്ള് നൈറ്റ് ഷോ, ജഗല് ജഗല് ജഗലിംഗ്, സ്മഗല് സ്മഗല് സ്മഗലിംഗ്, മൊത്ത ജനം കയ്യടിച്ചാൽ റിംഗ് മാസ്റ്റർ സ്മൈലിംഗ്. എടാ മോനെ, നിറനാഴി പൊന്നി മണലാരും നെല്ലി